കേരളത്തിൽ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വർഷങ്ങൾക്കിപ്പുറം നരേന്ദ്രമോദി സർക്കാർ തന്നെ വേണ്ടിവന്നുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൊല്ലത്തെ റോഡ് ഗതാഗതവും റെയിൽവേ വികസനവും അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. രാഷ്ട്രീയ എതിർപ്പുകളെ അവഗണിച്ച് ഒരു നിസ്വാർത്ഥ സേവകനായി താൻ മലയാളികൾക്കൊപ്പം ഉണ്ടാകും. കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നവർക്ക് ആമയുടെയും മുട്ടയുടെയും കാര്യങ്ങളൊക്കെ വഴിയേ മനസ്സിലാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ പറയുന്ന 38 വർഷത്തിന് ശേഷം ഒരു നരേന്ദ്രമോദി വേണ്ടി വന്നു. ആ ബൈപ്പാസ് തീർത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് അത് ഇരുവരിപ്പാത മാത്രമായിരുന്നു. അല്ല, തുടങ്ങിയതെല്ലാം കറക്റ്റാ. തുടങ്ങി അത് എത്ര കാലം കിടന്നു. അപ്പോ ഇത് ഇത്രയും വർഷമെടുത്ത് ഇരുവരിപ്പാത പൂർത്തീകരിക്കുന്നതിനും ഒരു NDA സർക്കാർ വേണ്ടി വന്നു. മാത്രമല്ല, അന്ന് അപകടങ്ങളുടെ എണ്ണം ക്രമാതീതമായി ഇത് തുടങ്ങിയ സമയത്ത് തന്നെ സുധാകരൻ മന്ത്രിയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. അന്ന് പലയിടത്തും ഫ്ലൈ ഓവറിനും അണ്ടർപാസിനും വേണ്ടി യുദ്ധം ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ഇവരുടെ കൂടെ ചേർന്ന് ഞാനും അവിടെ രാജ്യസഭ MP എന്ന നിലയ്ക്ക് എൻ്റെ സർക്കാരിനോട് പോയി വാതാടിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് അത് 4 വരിയും 6 വരിയുമായി മാറുന്ന ഈ കാഴ്ച എന്ന് പറയുന്നത് ഏതാണ്ട് കോവിഡിന് ശേഷം തുടങ്ങി എന്ന് അത് ഏതാണ്ട് പൂർത്തീകരണത്തിലെത്തിയെങ്കിൽ ദിസ് ഇസ് ഗവർണൻസ്, ദിസ് ഇസ് ഗുഡ് ഗവർണൻസ് ആൻഡ് ദിസ് ഇസ് ഓൺലി എക്സലന്റ് ഗവർണൻസ്. ഇത് രാഷ്ട്രീയത്തിന്റെ ബലമല്ല, ഇത് ആർജവമാണ്, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം. അതിൽ നിന്ന് വരുന്ന എന്താണ് എന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്? പ്രധാന സേവകൻ എന്നാണ് പറയുന്നത്. We are here to serve.